ബിഗ് ബോസ് മലയാളം സീസൺ 7 ഹൗസിനകത്ത് ഈ ആഴ്ചത്തെ എവിക്ഷൻസിലെ ഏറ്റവും അധികം ചലനം ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും അപ്പാനിഷത്തിന്റെ എവിക്ഷനാണ്. രേണുവിന്റെയും എവിക്ഷൻ ഒരു ചലനം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്വിറ്റിംഗ് ആണ്. ആ ഒരു എന്താ പറയുക, സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആർക്ക് തിരിയും എന്നുള്ളത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. പക്ഷെ പുറത്ത് പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു എവിക്ഷൻ അപ്പാനിഷർ തന്നെയാണ്. ഹൗസിനകത്ത് അത് വളരെ വലിയൊരു ചർച്ചാ വിഷയം തന്നെ ആയിട്ടുണ്ടാവും. അതിന് കാരണം അവരെല്ലാവരും നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കുന്ന വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു ശരത്ത്. അഗ്രസീവായിട്ട് നിന്ന് ഗ്രൂപ്പുകളുടെ ദാതാവായിട്ട് നിന്ന ഒരാൾ. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ഗുണ്ട വിളയാട്ടം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരാൾ പുറത്താവുമ്പോൾ അത് മത്സരാർത്ഥികൾ ഏത് രീതിയിലായിരിക്കും എടുത്തിട്ടുണ്ടാവുക എന്നറിയില്ല. ഇന്ന് വൈകുന്നേരത്തെ എപ്പിസോഡ് കാണുന്നതിലും എക്സൈറ്റഡ് ആയിട്ട് ഞാൻ കാത്തിരിക്കുന്നത് ലൈവ് കാണാനായിട്ടാണ്. അതിന് കാരണങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയാം. അക്ബറിന്റെയും ആര്യന്റെയും അടുത്ത പ്ലാൻ എന്താണ് എന്നുള്ളത് കാണണം. അവർ തമ്മിൽ അടിച്ചു പിരിയുമോ എന്നുള്ളതും കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് അവര് രണ്ടുപേരെയും കൂട്ടി യോജിപ്പിച്ച് നിർത്തിയ ഒരു ഫാക്ടർ അപ്പാനിഷരത്തായിരുന്നു. ആര്യനും അക്ബറും തമ്മിൽ പല പ്രശ്നങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒതുക്കി തീർത്തത് ശരത്താണ്. അവരുടെ ഗ്രൂപ്പിനകത്തെ ഫീമെയിൽ കണ്ടസ്റ്റൻസിന്റെ കാര്യമാണ്. ശരത്ത് പുറത്തായതോടെ ജിസയിലും റെനയും വീണ്ടും അക്ബറിന്റെ ഗ്യാങ്ങിൽ തന്നെ നിന്ന് തുടർന്ന് കളിക്കുമോ എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. അപ്പൊ ഇവർ രണ്ടുപേരുടെയും ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഇവോൾവ് ആയി വരിക എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. പിന്നെ അവരുടെ ഗ്രൂപ്പിസം പാടെ നെഗറ്റീവായിട്ടാണ് പുറത്തേക്ക് വന്നത് എന്നൊരു സൂചന ജിസൈലിന് കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം ജിസൈൽ ഗെയിം മാറ്റും. കാരണം ബിഗ് ബോസ് എന്ന ഗെയിമിനെ പറ്റി അത്രയ്ക്കും ജ്ഞാനമുള്ള ഒരു വ്യക്തിയാണ് ജിസൈല്. ബിന്നി ഓൾറെഡി മസ്താനിക്കെതിരായിട്ട് കളിക്കാൻ തുടങ്ങിയതായിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നിന്നും വ്യക്തമായത്. അത് അപ്പാനിയുടെ പേര് പറഞ്ഞു തന്നെ മസ്താനിയുടെ അടുത്ത് അടി ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും അക്ബറിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതൊരു അവസരമാണ്. പ്രേക്ഷകരും ബിഗ് ബോസും ഒരേപോലെ അക്ബറിന് തന്നൊരു അവസരം. ഈ ഒരു ചാൻസിൽ കയറി പിടിച്ച് പോയാൽ കത്തിക്കേറാം. അല്ലാതെ വീണ്ടും മറ്റേ നൻപൻ, അനിയൻകുട്ടൻ, ഇക്കയുടെ കുഞ്ഞിപ്പങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ആ വഴി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആവുകയും ചെയ്യും. അപ്പാനി പോയ പോലെ തന്നെ അക്ബറിന് പുറത്തേക്ക് പോവാം. അതിനുള്ള വഴി പ്രേക്ഷകർ തുറന്നു തരും. അതല്ല, ട്രാക്ക് മാറ്റി ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ വേറെ ലെവലിലേക്ക് എത്താൻ അക്ബറിനെ കൊണ്ട് സാധിക്കും. ഇന്നലത്തെ ഒരൊറ്റ എപ്പിസോഡ് തന്നെ അതിന് ഉദാഹരണമാണ്. നിങ്ങളൊന്ന് എടുത്ത് നോക്കിയേ. അനുമോള് കഴിഞ്ഞാൽ ഇന്നലത്തെ എപ്പിസോഡ് ശരിക്കും പറഞ്ഞാൽ അക്ബറിന്റെയും കൂടി ഒരു എപ്പിസോഡാണ്. അനുമോളുടെയും അക്ബറിന്റെയും എപ്പിസോഡായിരുന്നു ഇന്നലത്തേത്. അനുമോൾ വിഷയത്തിൽ അക്ബർ വാലിഡ് ആയിട്ടുള്ള എത്ര പോയിന്റ്സ് ആണ് പറഞ്ഞത്. പിന്നെ ഓണം സ്പെഷ്യൽ ആ ഒരു പാരഡി പാട്ട്, അത് എന്ത് രസമായിരുന്നു, എന്റർടൈനിങ് ആയിരുന്നു ആ ഒരു സംഭവം. പിന്നെ സുഹൃത്ത് പോയപ്പോ നെഞ്ചു പൊട്ടി അക്ബർ കരഞ്ഞു. അത് വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഇമോഷൻസ് ആയിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലുള്ള വികാരങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു മത്സരാർത്ഥിയാണ് അക്ബർ ഖാൻ. കഴിവുള്ള ഒരു വ്യക്തിയാണ്. ആ ഒരു പാരഡി പാട്ടിൽ തന്നെ വ്യക്തമാണ്. അത് കണ്ട് ചിരി വന്നു. ഇത്രയും നാൾ അക്ബറിന് കടിഞ്ഞാനിടാൻ അപ്പാനിയും പിന്നെ തിരിച്ച് അക്ബറും ഉണ്ടായിരുന്നു. അവരുടെ സൗഹൃദം തന്നെ അവരെ രണ്ടുപേരും ലിമിറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പാനിയുടെ ഗെയിമിനെ അക്ബറും അക്ബറിന്റെ ഗെയിമിനെ അപ്പാനിയും തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. ഇനി അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ആർക്കെതിരെ വേണമെങ്കിലും അക്ബറിന് കളിക്കാം. അതിപ്പോ ആര്യനാണെങ്കിൽ പോലും അക്ബർ മടിക്കരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ വന്നാൽ, അങ്ങനെ മടിക്കാതെ കളിച്ചാൽ വിമർശിച്ച നമ്മൾ പോലും അക്ബറിനായിട്ട് കൈയടിക്കും. ഈ സീസണിൽ ഇനി ക്യാപ്റ്റൻ ആവാൻ പറ്റാത്തൊരു മത്സരാർത്ഥിയാണ് അക്ബർ. അപ്പോ കളിച്ച് ഈ രീതിയിൽ നല്ല രീതിയിൽ തന്നെ കളിച്ച് മുന്നോട്ട് പോയാൽ അക്ബറിന് കപ്പ് വരെ നേടാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള, ആരെ കൊണ്ട് കുലുക്കാൻ പറ്റാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ ഈ രീതിയിൽ ഒരു സ്വന്തം സുഹൃത്ത്, ഒറ്റ സുഹൃത്ത് പുറത്താവുമ്പോഴെങ്കിലും അക്ബറിന്റെ ഗെയിം ഒന്ന് ഇവോൾവ് ആയി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.